Good morning. So today we can discuss the relationship of management accounting and financial accounting, അല്ലെങ്കിൽ difference between management accounting and financial accounting, and also difference between management accounting and cost accounting. അപ്പം ആദ്യം എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഡിഫറൻസിലേക്ക് കടക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ? 3 branches of accounting ആണുള്ളത്: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അപ്പോൾ ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആർ ദ 2 branches ഓഫ് ദി അക്കൗണ്ടിങ് ഇൻഫർമേഷൻ സിസ്റ്റം ഓഫ് ബിസിനസ് എൻ്റർപ്രൈസ്. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കൺസേൺ വിത്ത് റെക്കോർഡിംഗ് ഓഫ് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൽ എന്ത് ട്രാൻസാക്ഷൻസ് ഉണ്ടാവുന്നോ അതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കുന്നു. ദെൻ ദീസ് ട്രാൻസാക്ഷൻസ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദിയർ നേച്ചർ. നിങ്ങൾ ജേർണലും ലെഡ്ജറും ഒക്കെ പഠിച്ചതാണല്ലോ. ദീസ് ട്രാൻസാക്ഷൻസ് എനേബിൾ ദ കൺസേൺ ടു ഫൈൻഡ് ഔട്ട് profit and loss for a particular period, and financial position of the concern is also judged on a particular date through profit and loss account and balance sheet respectively. മനസ്സിലായല്ലോ. അപ്പോൾ ഫിനാൻഷ്യൽ റിസൾട്ട്സ് അറിയാൻ വേണ്ടി നമ്മൾ ഈ ഇൻഫർമേഷൻ വെച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നു. ഫിനാൻഷ്യൽ പൊസിഷൻ ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ് അറിയാൻ വേണ്ടിയിട്ട് വി പ്രിപ്പയർ ബാലൻസ് ഷീറ്റ്. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ. ദാറ്റ് ഇസ് ദെൻ ഓൺ ദ അതർ ഹാൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് യൂസസ് ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ആൻഡ് ടാപ്സ് അതർ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ടു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് മാത്രമല്ല, വേറെ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ചെയ്യുന്നത്. സോ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ അക്കൗണ്ട്സ് ആർ യൂസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ആർ ഹെൽപ്ഫുൾ ടു മാനേജ്മെൻറ്റ് ഇൻ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ് വേരിയസ് പോളിസീസ്. So thus financial accounting has a significant influence on management accounting. അതേപോലെ the principles of financial accounting are equally useful in management accounting also. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ഓൺലി എൻ ഓഫ് ഷൂട്ട് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ബോത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ആർ complementary and are necessary in running the concern efficiently. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഡിഫറൻസസ് എന്നുള്ളത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് നോക്കാം. എന്താണ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പേർപ്പസ് എന്നുള്ളത്. ഓക്കെ, അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ പേർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താ? ടു അസർട്ടൈൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പ്രസൻറ്റ് ദം ടു ദ ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ് ആൻഡ് ദ ഗവൺമെൻറ്. മനസ്സിലായല്ലോ. അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് എന്താ ചെയ്യുന്നത്? ദ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് എന്താ? ടു റെക്കോർഡ് വേരിയസ് ട്രാൻസാക്ഷൻസ് വിത്ത് എ പേർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് അക്കൗണ്ട്സ് ആൻഡ് ടു നോ ദ ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ പ്രോഫിറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ഓർ ലോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഫിനാൻഷ്യൽ ഇയർ. ഈ റെക്കോർഡ്സ് ആരെ യൂസ് ചെയ്യുന്നത്? ദീസ് റെക്കോർഡ്സ് ആർ യൂസ്ഫുൾ ടു ഓണേഴ്സ്, അതായത് ഷെയർ ഹോൾഡേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്കേഴ്സ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ്, ഗവൺമെൻറ് എക്സെട്ര. On the other hand, management accounting is essential to help management in formulating പോളിസീസ് ആൻഡ് പ്ലാൻസ്. അതായത് പർപ്പസ് എന്ന് പറയുന്നത് എന്താണെന്നാണ് പറയുന്നത്? ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് നേച്ചർ നോക്കാം. നേച്ചർ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഇസ് മെയിൻലി കൺസേൺ വിത്ത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ. അതായത് റെക്കോർഡ്സ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ റിലേറ്റിംഗ് ടു ദി past. അതായത് ഇറ്റ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ഹാവ് ഓൾറെഡി ടേക്കൺ പ്ലേസ്. എത്രയാണോ കോസ്റ്റ് ഓൾറെഡി ഇൻകർ ചെയ്തത് ആ കോസ്റ്റാണ് നമ്മൾ എക്സ്പെൻസ് ആയിട്ട് കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ എത്രയാണോ ഇൻകം റിസീവ് ചെയ്തത് അതാണ് നമ്മൾ ഇൻകം സൈഡിൽ കാണിക്കുക. സോ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി ദോസ് ട്രാൻസാക്ഷൻസ് വിച്ച് ഹാവ് ഓൾറെഡി ടേക്കൺ പ്ലേസ്. നേരെ മറിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് ദ പ്രൊജക്ഷൻ ഓഫ് ഡാറ്റ ഫോർ ദ ഫ്യൂച്ചർ. അതായത് ഇറ്റ് യൂസസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഓൺലി ഫോർ ടേക്കിംഗ് ഡിസിഷൻസ് ഫോർ ഫ്യൂച്ചർ. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ് ഓപ്പറേഷൻസ് ആണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൺസേൺ വിത്ത് ഫ്യൂച്ചർ പ്ലാൻസ് ആൻഡ്
ഓപ്പറേഷൻസ്. വേറൊരു പോയിന്റ് നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആക്ച്വൽ ഫിഗേഴ്സ് ആർ യൂസ്ഡ്, വേറാസ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊജക്റ്റഡ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ഫിഗേഴ്സ് ആർ യൂസ്ഡ്. തേർഡ് ഡിഫറൻസ് ലീഗൽ റിക്വയർമെൻറ്റ്, അതായത് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഗൈഡ് ലൈൻസ് ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് കമ്പനീസ് ആക്ട് അനുസരിച്ചിട്ട് കമ്പനീസിന് നിർബന്ധമായിട്ടും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. സോ ലീഗൽ റിക്വയർമെൻറ്റ്സിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണ്, ഇറ്റ് ഈസ് കമ്പൽസറി. ഓൺ ദ അതർ ഹാൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ഓപ്ഷണൽ. ഓക്കെ, but the preparation of financial accounts is compulsory in certain undertakings, whilst these are necessity in others. Management accounting എന്ന് പറയുന്നത് it is not compulsory, it is only a service function and it is helpful to the management in administration of the business. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് is free to use, not to use management എന്താ പറയുക മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. പക്ഷേ അണ്ടർ certain laws a particular procedure is to be followed for preparing financial accounts, whereas there are no such procedures in management accounting. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിന് ഒരു റൂൾ ഓഫ് തമ്പോ അങ്ങനെ ഒരു കട്ട് ആൻഡ് റൈറ്റ് റൂൾസ് ഒന്നുമില്ല. ഓക്കെ, ദെൻ തേർഡ് ഡിഫറൻസ് ഇസ് ആക്യുറസി. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എങ്ങനെയാണ്, ആക്യുറേറ്റ് ആണോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. It lays more emphasis on accuracy, financial accounting. On the other hand, management accounting lays more emphasis on quick and prompt reporting. അതായത് in management accounting no emphasis is given to figures. അതായത് ഇവിടെ അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ് ആർ കൺസിഡേർഡ് മോർ യൂസ്ഫുൾ ദാൻ ദി എക്സാക്ട് ഫിഗേഴ്സ്. നേരെ മറിച്ചിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓൺലി ആക്ച്വൽ ഫിഗേഴ്സ്. മനസ്സിലായല്ലോ, ദർ ഇസ് നോ റൂം ഫോർ യൂസിങ് അപ്രോക്സിമേറ്റ് ഫിഗേഴ്സ്. ദെൻ നെക്സ്റ്റ് പീരിയഡ് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എങ്ങനെയാണ്, നമ്മൾ അക്കൗണ്ടിങ് ഇയറിലേക്കാണ് നമ്മളൊരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഫോർ എ പെർട്ടിക്കുലർ ഇയർ. നേരെ മറിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നോ സ്പെസിഫിക് പീരിയഡ് ഫോർ വിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. മനസ്സിലായല്ലോ. Financial accounts are prepared for a particular period. Profit and loss account is generally prepared for 1 year. All items relating to that year are taken to profit and loss account. അതേപോലെ തന്നെ balance sheet is prepared on a particular date. It reveals the financial position of the concern on that date. മാനേജ്മെൻറ്റ് അക്കൗണ്ടൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹി സപ്ലൈസ് ഇൻഫർമേഷൻ ഫ്രം ടൈം ടു ടൈം ഡ്യൂറിങ് ദ ഹോൾ ഇയർ. ദർ ഇസ് നോ സ്പെസിഫിക് പീരിയഡ്സ് ഫോർ വിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ആർ പ്രിപ്പയർഡ്. നമുക്ക് സ്കോപ്പ് നോക്കാം. സ്കോപ്പ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലിമിറ്റഡ്. നേരെ മറിച്ചിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് വൈഡ്. ഓക്കെ, നെക്സ്റ്റ് യൂസേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, എക്സ്റ്റേണൽ പാർട്ടീസ്. നേരെ മറിച്ച് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എക്സ്റ്റേണൽ പാർട്ടീസ് ആണ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ യൂസേഴ്സ് എന്ന് പറയുന്നത് ആരാണ്, ഇൻറ്റേർണൽ പാർട്ടീസ്, അതായത് മാനേജ്മെൻറ്റിന് തന്നെ വേണ്ടിയിട്ടാണ്. ദെൻ ഓഡിറ്റ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് മോർ ഓർ ലെസ് കമ്പൽസറി ആണ്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഓഡിറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യം. ഇറ്റ് ഇസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഓഡിറ്റ് പ്രൊസീജിയർ ഉണ്ടെങ്കിൽ കൂടി ഇറ്റ് ഇസ് നോട്ട് കമ്പൽസറി. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് ക്യാൻ ബി ഗോട്ട് ഓഡിറ്റഡ്. അതായത് കമ്പനി ലോയിൽ പറയുന്നുണ്ട് ഓഡിറ്റിംഗ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് കമ്പൽസറി എന്നുള്ളത്. മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് കനോട്ട് ബി ഓഡിറ്റഡ്. ദേ ആർ നോട്ട് ബേസ്ഡ് ഓൺ ആക്ച്വൽ ഫിഗേഴ്സ് ആൻഡ് projected data are also used in management accounting. So it is not possible to get management accounts audited. മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ പറ്റില്ല. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഉണ്ട്. അതായത് മാനേജ്മെൻറ്റിൻ്റെ പ്ലാൻസ് ആൻഡ് പോളിസീസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്ന പ്രകാരം പോകുന്നു നോക്കാൻ വേണ്ടി മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഉണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ട് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമല്ലേ. ഓക്കെ, ഇനി വാല്യൂഷൻ ഓഫ് സ്റ്റോക്കാണ് പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ സ്റ്റോക്ക് ഇസ് വാല്യൂഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഇസ് ലെസ്. നേരെ മറിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നോ സച്ച് പ്രിൻസിപ്പിൾ ഇസ് ഫോളോഡ് ഫോർ വാല്യൂഷൻ ഓഫ് സ്റ്റോക്ക്. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്.
അപ്പം നോക്കിയാൽ മതി. ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ, ദേ ആർ ബേസ്ഡ് ഓൺ ഹിസ്റ്റോറിക്കൽ ഡാറ്റ ആൻഡ് ഓൺലി ആക്ച്വൽ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ആർ റെക്കോർഡഡ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസസ് ദീസ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ബട്ട് ദ പേർപ്പസ് ഇസ് ടു യൂസ് ഇറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് ഫോർകാസ്റ്റിംഗ്. അതായത് ബോത്ത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആർ കോംപ്ലിമെൻ്ററി ആൻഡ് ആർ നെസസറി ഇൻ റണ്ണിങ് ദ കൺസേൺ efficiently. Okay. So next we can see the relationship between cost accounting and management accounting. Okay. അപ്പം നിങ്ങൾ കോസ്റ്റിങ്ങും പഠിച്ചിട്ടുണ്ട്, അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. എന്താണെന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ദ പേർപ്പസ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താ, ഇറ്റ് ഇസ് നോട്ട് മിയർലി അസൈൻമെൻറ്റ് ഓഫ് കോസ്റ്റ്, ഇറ്റ് ഇസ് ഓൾസോ പെർഫോമൻസ് ഇവാലുവേഷൻ, മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ് എക്സെട്ര. മനസ്സിലായില്ല? അപ്പം മാനേജ്മെൻറ്റ് യൂസസ് cost data to minimize the cost and evaluate the performance as a basis for decision making. അതുകൊണ്ടാണ് മോസ്റ്റ് ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടിങ് കോൺസെപ്റ്റ്സ് ആർ ഓൾസോ യൂസ്ഡ് ഇൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. അതായത് ശരിക്കും കോസ്റ്റിങ്ങിൽ വരുന്ന ടൂൾസാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോളൊക്കെ. അത് വെച്ചിട്ടാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. Although there is some overlapping in the areas of cost accounting and management accounting, the two are not synonymous. മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ദ ഫങ്ഷൻ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് ഈസ് മച്ച് മോർ ദാൻ സിംപ്ലി ദ അക്യുമുലേഷൻ ഓഫ് കോസ്റ്റ് ഡാറ്റ എന്നാണ് പറയുന്നത്. ബോത്ത് കോസ്റ്റ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് സിസ്റ്റംസ് ആർ കോംപ്ലിമെൻ്ററി ഇൻ നേച്ചർ. അതായത് ഒന്നിൻ്റെ ആബ്സെൻസിൽ എന്താ പറയുക, മറ്റേത് ഇല്ല എന്ന് തന്നെ പറയാം. കോസ്റ്റ് അക്കൗണ്ടിങ് ഇല്ലെങ്കിൽ അവിടെ എന്തും ഇല്ല, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും ഇല്ല. സോ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആർ, ഫസ്റ്റ് പേർപ്പസ് നോക്കാം. The purpose is to ascertain and control the cost of product or services. കോസ്റ്റിങ്ങിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ പേർപ്പസ് എന്ന് പറയുന്നത് എന്താ, ടു റെക്കോർഡ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് എ സർവീസ്. അതായത് ദ കോസ്റ്റ് ഇസ് റെക്കോർഡഡ് പ്രോഡക്റ്റ് വൈസ് ഓർ യൂണിറ്റ് വൈസ്. ബിസൈഡ്സ് റെക്കോർഡിംഗ്, ഇറ്റ് ഡീൽസ് വിത്ത് കോസ്റ്റ് കൺട്രോൾ, മാച്ചിങ് ദ കോസ്റ്റ് വിത്ത് റവന്യൂ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. നേരെ മറിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ പേർപ്പസ് അല്ലെങ്കിൽ സ്കോപ്പ് എന്താണ്, ദ പേർപ്പസ് ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ പ്ലാനിങ് ആൻഡ് കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ബിസിനസ്. മനസ്സിലായല്ലോ? അപ്പോൾ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ് ഫോർ പ്ലാനിങ്, കൺട്രോളിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. ദാറ്റ് ഇസ് ദ ഫസ്റ്റ് ഡിഫറൻസ്, പേർപ്പസ്. സെക്കൻഡ്, സ്കോപ്പ് നോക്കാം. Scope of management accounting is very wide. It includes financial accounting, cost accounting, budget, tax planning, reporting to management, and interpretation of financial data. നേരെ മറിച്ചിട്ട് കോസ്റ്റ് അക്കൗണ്ടിങ് ഡീൽസ് പ്രൈമർലി വിത്ത് കോസ്റ്റ് അസർടൈൻമെൻറ്റ്. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിങ് ഇൻക്ലൂഡ്സ് ഓൺലി കോസ്റ്റ് അസർടൈൻമെൻറ്റ് ആൻഡ് കൺട്രോൾ, സോ ഇറ്റ് ഹാസ് എ ലിമിറ്റഡ് സ്കോപ്പ്. നേരെ മറിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഇൻക്ലൂഡ്സ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, കോസ്റ്റ് അക്കൗണ്ടിങ്, ബഡ്ജറ്റിംഗ്, ടാക്സ് പ്ലാനിങ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു മാനേജ്മെൻറ്റ്. സോ വാസ്റ്റ് സ്കോപ്പ്. ക്ലിയർ? ദെൻ തേർഡ് ഡിഫറൻസ്, ഡാറ്റ യൂസ്ഡ്. അതായത് ഏത് തരത്തിലുള്ള ഡാറ്റയാണ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിലും മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലും യൂസ് ചെയ്യുന്നത് നോക്കാം. ഇൻ കോസ്റ്റ് അക്കൗണ്ടിങ് only those transactions are taken which can be expressed in figures. അതായത് only quantitative aspect is recorded in cost accounting. നേരെ മറിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലോ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് യൂസസ് ബോത്ത് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻ. ദെൻ നെക്സ്റ്റ് വൺ, നേച്ചർ നോക്കാം. നേച്ചർ ഓഫ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. അതായത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എങ്ങനെയാണ് വരുന്നത്, ഇറ്റ് ഡീൽസ് വിത്ത് കോസ്റ്റ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഡീൽസ് വിത്ത് കോസ്റ്റ് ആൻഡ് റവന്യൂ. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് ഈസ് ജനറലി കൺസേൺ വിത്ത് ദ പ്രൊജക്ഷൻ ഓഫ് ഫിഗേഴ്സ് ഫോർ ഫ്യൂച്ചർ. അതേമാതിരി ദ പ്ലാൻസ് ആൻഡ് പോളിസീസ് ആർ പ്രിപ്പയർഡ് ഫോർ പ്രൊവൈഡിങ് ഫ്യൂച്ചർ ഗൈഡ് ലൈൻസ്. നേരെ മറിച്ച് കോസ്റ്റ് അക്കൗണ്ടിങ് എന്താ ചെയ്യുന്നത്, ഇറ്റ് യൂസസ് ബോത്ത് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഫിഗേഴ്സ്. നെക്സ്റ്റ്, എംഫസൈസ്. ഏതിനാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത്? അപ്പം കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ എംഫസൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ബോത്ത് ഹിസ്റ്റോറിക്കൽ ആൻഡ് കറണ്ട് ഡാറ്റ. നേരെ മറിച്ച് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് കൺസേൺ വിത്ത് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ഫ്യൂച്ചർ. Then last difference, on the basis of principles followed,
കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നതിൽ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന എസ്റ്റാബ്ലിഷ്ഡ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ്. അതായത് സർട്ടൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ഫോർ റെക്കോർഡിംഗ് കോസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് പ്രോഡക്ട്സ്. The same rules are applicable at different times too. Okay. പക്ഷേ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നോ സ്പെസിഫിക് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് പ്രിപ്പയർഡ് ആൻഡ് പ്രസൻറ്റഡ് ആസ് പെർ ദ റിക്വയർമെൻറ്റ് ഓഫ് ദി മാനേജ്മെൻറ്റിന് ഏത് രീതിയിൽ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ അക്കൗണ്ട്സ് പ്രസൻറ്റ് ചെയ്യണോ, ഏത് രീതിയിലൊക്കെയുള്ള ഡിസിഷൻസ് എടുക്കണോ ആ രീതിയിൽ അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്യുക. അല്ലാതെ ദർ ഇസ് നോ സ്പെസിഫിക് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആർ ഫോളോഡ് ഇൻ റിപ്പോർട്ടിംഗ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. The information is prepared and presented as is required by the management. Okay. താങ്ക് യു. അപ്പോൾ ഇത് രണ്ടും ഇന്ന് നോക്കി വെച്ചോളൂ. ഡിഫറൻസ് ബിറ്റ്വീൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ കോസ്റ്റ് അക്കൗണ്ടിങ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. ഓക്കെ, താങ്ക് യു.